വിവിധ മതവിശ്വാസങ്ങൾ ഉൾപ്പെട്ട ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 27-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു: ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ആദിയിൽ ദൈവം മനുഷ്യനെയാണ് സൃഷ്ടിച്ചത്, മതങ്ങളെയോ വർഗങ്ങളെയോ സൃഷ്ടിച്ചിട്ടില്ല. ഇത് സൂചിപ്പിക്കുന്നത് മതങ്ങളും വംശങ്ങളും ജാതികളുമെല്ലാം മനുഷ്യൻ്റെ സൃഷ്ടിയാണ് എന്നതാണ്. ദൈവത്തിൻ്റെ സ്വരൂപം എല്ലാ മനുഷ്യരിലും പകരപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജാതി മത വർണ്ണ വിവേചനങ്ങൾക്ക് അതീതമായി മനുഷ്യർ പരസ്പരം സ്നേഹിക്കേണ്ടതും ഐക്യത്തിൽ വർത്തിക്കേണ്ടതുമാണ്. ഭിന്നതകളും വേർതിരിവുകളും മനുഷ്യൻ്റെ സ്വാർത്ഥതയുടെ ഫലമായിട്ടാണ് ഉളവായിട്ടുള്ളത്. അപ്പോസ്തലപ്രവൃത്തികൾ 17-ാം അധ്യായം 26-ാം വാക്യത്തിൽ അഥേനയിലെ അരയോപകമധ്യേ നിന്നുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറഞ്ഞു: ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്നും മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി. അഥേന പട്ടണം വിഗ്രഹങ്ങളാൽ നിറഞ്ഞിരിക്കുന്നതും അവർ അറിയാത്ത ദേവനെ നമസ്കരിക്കുകയും ചെയ്യുന്നത് കണ്ടപ്പോഴാണ് പൗലോസ് ഇപ്രകാരം പറയുന്നത്. തുടർന്ന് പൗലോസ് അവർ അറിയാതെ ആരാധിക്കുന്ന സത്യദൈവത്തെ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ശക്തിയാണ്. അത് എല്ലാ വ്യക്തികളിലും പരിവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ സത്യദൈവത്തെ തിരിച്ചറിയുകയും ദൈവഹിതപ്രകാരവും ദൈവവഴികളിലും ജീവിക്കുക എന്നതുമാണ് പ്രധാനം. ദൈവം മതങ്ങൾക്ക് അതീതനാണ് എന്ന ബോധ്യം മനുഷ്യ സമൂഹത്തിന് ആവശ്യമാണ്. ഇത്തരം തിരിച്ചറിവുകൾ മതത്തിൻ്റെ പേരുള്ള സ്പർദ്ധയിൽ നിന്ന് അകന്നു നിൽക്കുവാൻ നമ്മെ സഹായിക്കും. ബഹുല മതസമൂഹത്തിൽ മറ്റ് മതവിശ്വാസികളോടുള്ള നമ്മുടെ മനോഭാവം എങ്ങനെയായിരിക്കണമെന്ന് നൽകപ്പെട്ട പാഠഭാഗങ്ങളെ ആസ്പദമാക്കി നമുക്ക് ചിന്തിക്കാം. ഒന്നാമത്തെ ചിന്ത: സകല മനുഷ്യരെക്കുറിച്ചും ദൈവത്തിന് കരുതലുണ്ട്. സകല മനുഷ്യരെക്കുറിച്ചും ദൈവത്തിന് കരുതലുണ്ട്. ആമോസ് 9-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ മറ്റ് മതസ്ഥരോടുള്ള മനോഭാവം എങ്ങനെയായിരിക്കണമെന്ന് ദൈവം വ്യക്തമാക്കുന്നു. 9-ാം അധ്യായം 7-ാം വാക്യത്തിൽ ദൈവം ഇപ്രകാരം അരുളി ചെയ്തു: ഇസ്രായേൽ മക്കളെ, നിങ്ങൾ എനിക്ക് കൂശ്യരെ പോലെ അല്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ ഇസ്രായേലിനെ മിസ്രയീം ദേശത്ത് നിന്നും ഫെലിസ്ത്യരെ കഫ്തോരിൽ നിന്നും അരാമ്യരെ കീറിൽ നിന്നും കൊണ്ടുവന്നില്ലയോ എന്ന് ദൈവം പറയുന്നു. കൂശ് എന്നത് എത്യോപ്യയാണ്. കഫ്തോർ എന്നത് ക്രേത്ത ദ്വീപിലെ ഒരു സ്ഥലമാണ്. അവിടെ നിന്നുമാണ് ഫെലിസ്ത്യരെ ദൈവം കൊണ്ടുവന്നത്. കീർ എന്നത് അരാമ്യർ നാടുകടത്തപ്പെട്ട സ്ഥലമാണ്. അവിടെ നിന്നും അരാമ്യരെ ദൈവം തിരിച്ചു കൊണ്ടുവരുന്നു. ഇവിടെ ഇസ്രായേലിയർക്കും ഫെലിസ്ത്യർക്കും അരാമ്യർക്കുമെല്ലാം തുല്യസ്ഥാനമാണ് ദൈവം നൽകിയിരിക്കുന്നത്. ഇസ്രായേലിയരെ കുറിച്ചുള്ളതുപോലെ തന്നെ ഫെലിസ്ത്യരെക്കുറിച്ചും അരാമ്യരെക്കുറിച്ചും ദൈവത്തിന് പദ്ധതിയുണ്ട്. ഇതുകൂടാതെ ഇസ്രായേൽ ജനത്തോടുള്ള ദൈവത്തിൻ്റെ ശിക്ഷാവിധിയെക്കുറിച്ച് ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നു. ഇത് സൂചിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ ന്യായവിധി പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലാണ്. തിന്മ പ്രവർത്തിക്കുന്നത് ആരായാലും ശിക്ഷാവിധി ലഭിക്കും. നന്മ ചെയ്യുന്നവരെ ദൈവം അനുഗ്രഹിക്കുകയും ചെയ്യും. ദൈവം ആരുടെയും സ്വകാര്യ സ്വത്തല്ല, എല്ലാവരുടേതുമാണ്. ഈ ബോധ്യമാണ് അടിസ്ഥാനപരമായി നമുക്ക് ആവശ്യമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് മതസ്ഥരെ വില കുറച്ച് കാണാനോ വിധിക്കാനോ നമുക്ക് അവകാശമില്ല. ദൈവത്തിൻ്റെ പദ്ധതികളെ ചോദ്യം ചെയ്യുവാൻ നാം ആരുമല്ല. ദൈവവുമായുള്ള ബന്ധം ശരിയായ പ്രവൃത്തിയിലൂടെയും ജീവിത രീതിയിലൂടെയും നിലനിർത്തുക എന്നതാണ് നമ്മുടെ ഉത്തരവാദിത്വം. രണ്ടാമത്തെ ചിന്ത: ആന്തരിക വിശുദ്ധിയാണ് ദൈവജനമാകാനുള്ള അടിസ്ഥാന യോഗ്യത. ആന്തരിക വിശുദ്ധിയാണ് ദൈവജനമാകാനുള്ള അടിസ്ഥാന യോഗ്യത. റോമർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 17 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ ദൈവജനമെന്ന് സ്വയം അഹങ്കരിക്കുന്ന യഹൂദ ജനതയുടെ മനോഭാവത്തിൻ്റെ പൊള്ളത്തരത്തെ പൗലോസ് തുറന്നു കാട്ടുന്നു. പരിച്ഛേദന ഏൽക്കുകയും ന്യായപ്രമാണം ആചരിക്കുകയും ചെയ്യുന്ന തങ്ങളാണ് ദൈവജനമെന്നും മറ്റുള്ളവരെല്ലാം ജാതികളാണെന്നും യഹൂദന്മാർ വിശ്വസിച്ചു. ദൈവത്തിൻ്റെ ന്യായപ്രമാണം പഠിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുന്നവർ അത് ലംഘിക്കുമ്പോൾ അവരുടെ പരിച്ഛേദന അർത്ഥശൂന്യമായി തീരുന്നു എന്ന് പൗലോസ് പറയുന്നു. എന്നാൽ പരിച്ഛേദന ഏൽക്കാത്ത വ്യക്തികൾ ദൈവീയ നിയമങ്ങൾ അനുസരിക്കുമ്പോൾ അവർ ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യതയുള്ളവരാകുന്നു.
പുറമേയുള്ള അനുഷ്ഠാനങ്ങളെക്കാൾ ആന്തരിക വിശുദ്ധിക്കാണ് പ്രാധാന്യം എന്ന് പൗലോസ് ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് മറ്റുള്ളവരെ വിധിക്കുവാൻ നാം ആരുമല്ല എന്ന് നാം മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ദൈവത്തിന് ഈ ലോകത്തിലെ സകല മനുഷ്യരെക്കുറിച്ചും കരുതലുണ്ട്. ദൈവത്തിൻ്റെ പദ്ധതികൾ മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് ക്രിസ്തീയ വിശ്വാസികൾക്കും അഹങ്കരിക്കുവാനായിട്ട് യാതൊന്നുമില്ല എന്ന് നാം ഓർക്കേണ്ടതാണ്. ദൈവം ഹൃദയങ്ങളെ കാണുന്ന ദൈവമാണ്. നന്മയും ജീവിത നിർമ്മലതയും ഉള്ളവരെ ദൈവം സ്നേഹിക്കുന്നു. തിന്മ ചെയ്യുന്നവരെ ദൈവം വെറുക്കുന്നു. അതുകൊണ്ട് സ്വയം അഹങ്കരിക്കാതെ ദൈവപ്രസാദത്തിനായി പരിശ്രമിക്കുവാൻ നമുക്ക് കഴിയണം. മൂന്നാമത്തെ ചിന്ത, ഒരു ഇടയനും ഒരു ആട്ടിൻകൂട്ടവും എന്ന ദൈവിക പദ്ധതി യാഥാർത്ഥ്യമാക്കുവാൻ പരിശ്രമിക്കുക. ഒരു ഇടയനും ഒരു ആട്ടിൻകൂട്ടവും എന്ന ദൈവിക പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ പരിശ്രമിക്കുക. യോഹന്നാൻ 10-ാം അധ്യായം 14 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ യേശു സ്വയം നല്ല ഇടയനെന്ന് വിശേഷിപ്പിക്കുന്നു. നല്ല ഇടയൻ്റെ പ്രത്യേകത ആടുകളെ വ്യക്തിപരമായി അറിയുകയും അവരെ സ്നേഹിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. കൂടാതെ കൊള്ളക്കാരിൽ നിന്നും വന്യമൃഗത്തിൽ നിന്നും സ്വന്തം ജീവൻ പോലും അവഗണിച്ചുകൊണ്ട് അവയെ സംരക്ഷിക്കുന്നു. ക്രിസ്തീയ സഭയും അതിലെ വിശ്വാസ സമൂഹമാണ് ഈ ആടുകൾ. തൻ്റെ ജീവൻ കാൽവരി ക്രൂശിൽ ബലിയർപ്പിച്ചുകൊണ്ട് പാപികളായിരുന്ന മനുഷ്യ സമൂഹത്തെ യേശു വീണ്ടെടുത്തു. 16-ാം വാക്യത്തിൽ ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകളെക്കുറിച്ച് യേശു പറയുന്നു. അവയെയും താൻ നടത്തേണ്ടതാകുന്നു എന്ന് ഓർമ്മിപ്പിക്കുന്നു. ക്രിസ്തീയ സഭയ്ക്ക് പുറമേയുള്ള വ്യക്തികളെ ആകാം ഇത് സൂചിപ്പിക്കുന്നത്. മറ്റ് മതസ്ഥരോടുള്ള ദൈവത്തിൻ്റെ പ്രതിബദ്ധത ഇവിടെ വ്യക്തമാക്കപ്പെടുന്നു. ഒരു ആട്ടിൻകൂട്ടവും ഒരു ഇടയനും എന്നതാണ് യേശുവിൻ്റെ സ്വപ്നം. ഇത് വളരെ വിശാലമായ ഒരു കാഴ്ചപ്പാടാണ്. ദൈവരാജ്യം എന്ന വിശാലമായ ആശയം ഇവിടെ കാണാം. മനുഷ്യ സമൂഹം ജാതി, മത, വർണ്ണ, വർഗ, ഭാഷ വിവേചനങ്ങൾക്ക് അതീതമായി പ്രവർത്തിക്കുമ്പോഴാണ് ഒരു ആട്ടിൻകൂട്ടം എന്ന ദൈവിക പദ്ധതി യാഥാർത്ഥ്യമായി തീരുന്നത്. ഈ ദൈവിക പദ്ധതി യാഥാർത്ഥ്യമാക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. ദൈവജനം എന്നത് ഒരു പദവിയല്ല, ഉത്തരവാദിത്വമാണ്. ലോകത്തിലെ പ്രകാശം എന്നാൽ മറ്റുള്ളവരെ ദൈവത്തെങ്കിലേക്ക് നയിക്കുവാനുള്ള ഉത്തരവാദിത്വമാണ്. ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. എല്ലാവരെക്കുറിച്ചും ദൈവത്തിന് പദ്ധതിയും കരുതലുമുണ്ട്. ആന്തരിക വിശുദ്ധിയാണ് ദൈവപ്രസാദം ലഭിക്കുവാനുള്ള യോഗ്യത. പരസ്പര സ്നേഹത്തിലും ഐക്യതയിലും വർദ്ധിക്കുവാനും ഒരു ഇടയനും ഒരു ആട്ടിൻകൂട്ടവും എന്ന ദൈവിക സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാനും നമുക്ക് കഴിയണം. അതിന് ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.